നമസ്കാരം, റിയൽ ന്യൂസ്. ഒയിസ്ക ഇന്റർനാഷണലിന്റെ 40ാം വാർഷികാഘോഷം കോഴിക്കോട് IMA ഹാളിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി അവബോധമുണ്ടാക്കാൻ ഒയിസ്ക പോലുള്ള സംഘടനകളുടെ പ്രവർത്തനം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. KV മോഹൻകുമാർ IAS മുഖ്യ പ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് അംഗങ്ങൾക്ക് അവാർഡ് വിതരണവും നടന്നു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഒയിസ്ക ഇന്റർനാഷണലിന്റെ 40ാം വാർഷികാഘോഷം കോഴിക്കോട് IMA ഹാളിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി അവബോധമുണ്ടാക്കാൻ ഒയിസ്ക പോലുള്ള സംഘടനകളുടെ പ്രവർത്തനം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യരംഗത്ത് ഇത് സാധാരണക്കാരെ എങ്ങോട്ട് പോകുന്ന ആർക്കും അറിയില്ല. അതുകൊണ്ട് നിർബന്ധമായും ഞാനൊരു 2-3 വർഷം മുമ്പ് ഞാൻ ലോകസഭയിൽ ഞാൻ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് കൊടുത്തിരുന്നു. അത് എടുത്തില്ലെന്നവരെ അതിന് ആവശ്യപ്പെട്ടത് ജനിച്ചു വീഴുന്ന മുഴുവൻ ആളുകൾക്കും നിർബന്ധമായും ഇൻഷുറൻസ് അനിവാര്യമാണെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് ജീവിതം മുന്നോട്ട് നയിക്കാനും കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം രംഗങ്ങൾ കൂടി, ആരോഗ്യ രംഗം കൂടി ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും എന്ന് ഒയിസ്കയോട് പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്തെല്ലാമാണ് അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു നല്ല സമൂഹത്തിന് വേണ്ടി രൂപം പ്രാപിച്ച സംഘടനകൾക്ക് ഇന്ന് കേരളത്തിൽ നേരിടുന്ന വലിയൊരു വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2-3 വിഷയങ്ങളാണ്. പാരിസ്ഥിതിക വിഷയങ്ങളുണ്ട്, അതുപോലെ ആരോഗ്യ വിഷയങ്ങളുണ്ട്. ഇതിനെല്ലാം തന്നെ റോൾ മോഡലായി കേരളത്തിൻ്റെ മണ്ണിൽ ഒയിസ്ക അതിനെല്ലാം മുമ്പിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അനുമതിയോടുകൂടി ഈ 40ാമത് വാർഷിക ആഘോഷ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഒയിസ്ക മുൻ പ്രസിഡന്റും സാഹിത്യകാരനുമായ KV മോഹൻകുമാർ IAS മുഖ്യപ്രഭാഷണം നടത്തി. Oiska South India chapter has been engaged in biodiversity conservation, environmental education, youth and women empowerment, and sustainable agriculture, etc., etc. during the last 4 decades. And we could make tremendous tangible results across various states in South India, like Kerala, Tamil Nadu, Karnataka, Andhra Pradesh, and Telangana. മാനവരാശിയെയും സസ്യജീവജാലങ്ങളെയും സമഗ്രതയിൽ കാണുവാനും അവയുടെ ഉത്കർഷത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഒയിസ്ക എന്ന് അദ്ദേഹം പറഞ്ഞു. ഒയിസ്ക സൗത്ത് ഇന്ത്യൻ ചാപ്റ്റർ പ്രസിഡന്റ് പ്രൊഫസർ തോമസ് തേവര അധ്യക്ഷത വഹിച്ചു. ഒയിസ്ക സെക്രട്ടറി ജനറൽ M. അരവിന്ദ് ബാബു ആമുഖ പ്രഭാഷണം നടത്തി. ഒയിസ്ക മുൻ പ്രസിഡന്റുമാരായ ഡോക്ടർ N. കൃഷ്ണകുമാർ IFS, അബൂബക്കർ KP, ഡോക്ടർ R. സുരേന്ദ്രൻ, KK ചന്ദ്രൻ, മുൻ വൈസ് പ്രസിഡന്റ് KP ചന്ദ്രശേഖരൻ, ഒയിസ്ക എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഖലീൽ ചൊവ്വ, ഒയിസ്ക കേരള സംസ്ഥാന പ്രസിഡന്റ് A. ശുദ്ധോധനൻ, ഒയിസ്ക തമിഴ്നാട് പ്രസിഡന്റ് നല്ല പെരുമാൾ പിള്ള, D. രവീന്ദ്രൻ, ഒയിസ്ക നാഗർകോവിൽ ചാപ്റ്റർ പ്രസിഡന്റ് കൃഷ്ണമേനോൻ മ്യൂസിയം പ്രിയാലാൽ, കോഴിക്കോട് മേഖല ശാസ്ത്ര കേന്ദ്രം MMK ബാലാജി, എക്സിക്യൂട്ടീവ് സെക്രട്ടറി VP ശശിധരൻ, ഫിലിപ്പ് K. ആന്റണി, PK നളിനാക്ഷൻ, വിനയൻ K എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് കക്കോത്ത് പ്രഭാകരൻ, K. റനീഷ് ഓർക്കാട്ടേരി, റുബീന ബഷീർ തിരുവനന്തപുരം, AP തോമസ് കോട്ടയം, എൽദോ K. ഫിലിപ്പ് കൽപ്പറ്റ തുടങ്ങിയവർക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു.
റിയൽ ന്യൂസ്, ബാലുശ്ശേരി.